ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി തരുന്നത് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കാനാൻകാരിയുടെ വിശ്വാസം എന്ന തലക്കെട്ടോടുകൂടെ മത്തായി ശ്ലീഹ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഒരു വിജാതീയ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളെയാണ്. ടൈർ, സീദോൻ എന്ന പ്രദേശങ്ങളിൽ ഈശോ എത്തുന്നു. അവരുടെ പിന്നാലെ ഈശോയെ ശല്യപ്പെടുത്തിയുകൊണ്ട് കാനാൻകാരി വന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിന്റെ പുത്രനായ ഈശോയെ, എൻ്റെ മകളിൽ നീ കനിയണമേ, മകളെ ഒരു പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഈശോ അവളൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. തകൃതിയായി ഈശോ മുന്നോട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്: കാനാൻകാരിയുടെ വിശ്വാസം അത് കണ്ടിട്ടാണ് ഈശോ അവൾക്ക് സൗഖ്യം കൊടുക്കുന്നത്. ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ, ഈ സ്ത്രീയെ ഒന്ന് പറഞ്ഞു വിടും, അവൾ ഒത്തിരി നേരമായി നിന്റെ പിന്നാലെ നടക്കുന്നു, അവരുടെ മകൾക്ക് സൗഖ്യം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈശോ തിരിഞ്ഞിട്ട് അവളോട് പറയുകയാണ്, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കാണ്. ആരും മക്കൾ ഭക്ഷിക്കുന്ന അപ്പം നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാറില്ലല്ലോ. അവളുടെ ഒരു മറുപടി ഉണ്ട്: കർത്താവ്, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കളും ഭക്ഷിക്കുന്നുണ്ടല്ലോ. അവളുടെ ആ വിശ്വാസം കണ്ടിട്ട് ഈശോ അവൾക്ക് സൗഖ്യം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ മകൾക്ക് സൗഖ്യം നൽകുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഒറ്റ കൊച്ചു ചിന്ത മാത്രമേ അച്ഛന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളൂ. ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കും, ഇത്രയേറെ പിന്നാലെ നടന്നിട്ടും ചോദിച്ചിട്ട് എന്താ ഇതിപ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ കാനാൻകാരി അവളുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുന്നതാണ്. വിശ്വാസം ചില സമയങ്ങളിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു മനോഭാവം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ഒരു പാഠം. ഒരു വിജാതീയ സ്ത്രീയുടെ മനോഭാവം ഇത്രേ ഉള്ളൂ: അവൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം. അതിന് സാധിക്കുന്ന വ്യക്തി ഈശോയാണ് എന്ന് അവൾ കണ്ടെത്തുകയാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നത് വരെ തൻ്റെ ജീവൻ പോയാലും, എത്രത്തോളം നാണം കെടേണ്ടി വന്നാലും, എത്രത്തോളം ശിരസ് താഴ്ത്തേണ്ടി വന്നാലും നേടിയെടുത്തിട്ടേ പോകൂ എന്നുള്ളതാണ് അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ചോദിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ആഴമായൊരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. എല്ലാം നേടിയിട്ടും എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉള്ളപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ആഴം കുറഞ്ഞു പോകും. പക്ഷെ ജീവിതത്തിലൊരു സങ്കടം വരുമ്പോൾ, ഒരു മാറാത്ത രോഗം വരുമ്പോൾ, ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത വരുമ്പോൾ നമ്മളൊക്കെ ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവിനോട്. എത്രയോ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് ഇടപെട്ട് ആ വിശ്വാസത്തിൽ ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ എന്ന് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പൂർണ്ണമായി ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ നിരാശയായിരിക്കാം ബാക്കിയുള്ളത്. അതിൻ്റെ ഉത്തരം ഇതാണ്: വിശ്വാസം പരീക്ഷിക്കപ്പെടും. പരീക്ഷിക്കപ്പെട്ട വിശ്വാസമാണ് ആഴമുള്ള വിശ്വാസം. പഴയ നിയമത്തിൽ അബ്രാഹത്തെ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ഏകമകനെ എനിക്ക് ബലി തരണമെന്ന് അബ്രാഹത്തോട് പറഞ്ഞപ്പോൾ മോറിയാമലയിൽ ഉരിപ്പിടിച്ച കത്തിയുമായി തൻ്റെ മകൻ്റെ ചങ്കിന് നേരെ ആ കഠാര കുത്തിയിറക്കാൻ നിന്ന അബ്രാഹത്തിൻ്റെ ഒരു വിശ്വാസമുണ്ട്. പരീക്ഷിക്കപ്പെട്ട വിശ്വാസം. ചില വിശ്വാസങ്ങൾ പരീക്ഷിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു ആത്മീയ രഹസ്യം ഇതാണ്: വിശ്വാസം, വിശുദ്ധി, എളിമ. ഈ 3 കാര്യങ്ങളിൽ മനുഷ്യന്മാർ നമ്മൾ പെർഫെക്റ്റ് ആകുന്നത് വരെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, പരീക്ഷണങ്ങൾ വീണുകൊണ്ടിരിക്കും. പിശാചും നമ്മളെ പലപ്പോഴും ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ഉൾപ്പെടുത്താറുമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തെ കുറേം കൂടെ ആഴമുള്ളതാക്കി മാറ്റണമെങ്കിൽ ഇത് പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസമായിരിക്കും. ഈ പരീക്ഷകളിൽ നിന്നൊക്കെ ജയിക്കാനും പറ്റണം. ഈ കാനാൻകാരിയുടെ വിശ്വാസം അതുപോലെയായിരുന്നു. ഈ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകൾക്ക് മാത്രമേ ഞാൻ അയക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ അവൾ പറയുന്നൊരു വാക്കുണ്ട്: ഞാനൊരു നായാണെങ്കിൽ പോലും, നായ്ക്കൾ പോലും ആ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ ഭക്ഷിക്കുന്നില്ലേ. എത്രത്തോളം അവർ തന്നെ താഴ്ത്താൻ അവൾ തയ്യാറാണ്. എളിമയുടെ ഒരു വലിയ മനോഭാവം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് വിശ്വാസവും വിശുദ്ധിയും എളിമയും ജീവിതത്തിൽ ഉണ്ടായി വരുന്നത് വരെ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, ഈ പരീക്ഷണങ്ങളെ വിജയിക്കാൻ നമുക്ക് പറ്റും. ഈ അടുത്ത് അച്ഛൻ്റെ കാലിന് മുട്ടൊരു വേദന വന്നിട്ട് ഞാനൊരു ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിരുന്നു. പലരും എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ ഡോക്ടറെ ഒന്ന് പോയി കാണും, ഈ ഡോക്ടറെ പോയി കാണും. പല ഡോക്ടർമാരുടെ പേര് പറഞ്ഞു. ആയുർവേദത്തിൽ ഉഴിച്ചിൽ നടത്ത് മാറി കിട്ടുക വെച്ചാന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ ഞാൻ വിശ്വസിച്ചു പൂർണ്ണമായി. എൻ്റെ അസുഖം മാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഈ വിശ്വാസം നമ്മളെ ഒരിക്കലും നിരാശരാക്കുന്നില്ലെന്ന് വചനം തന്നെ നമ്മോട് പറയുന്നുണ്ടല്ലോ. എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായി മാറിയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല.
ചില കാര്യങ്ങൾ, ചില വേദനകൾ, ചില സഹനങ്ങൾ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. പാഠം ഇത്രയേ ഉള്ളൂ: സഹനങ്ങളിലൂടെ മാത്രമേ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയുള്ളൂ. വേദനകളിലൂടെ പോകുന്ന വിശ്വാസം, പരീക്ഷകളിലൂടെ പോകുന്ന വിശ്വാസം, സഹനങ്ങളിലൂടെ പോകുന്ന വിശ്വാസം, അത് ആഴമുള്ള വിശ്വാസം. ഈ കാനാൻകാരിക്ക് അല്പം സങ്കടമുണ്ടെങ്കിലും, മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ അധിക്ഷേപിക്കപ്പെട്ടു എന്ന് അവൾക്ക് തോന്നിയെങ്കിലും, അവളുടെ വിശ്വാസം ആഴപ്പെട്ട് അവൾ ആ സൗഖ്യം എൻ്റെ മകൾക്ക് കിട്ടിയിട്ടേ പോകൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അവൾ എളിമപ്പെട്ടപ്പോഴും കർത്താവിനോട് ആഴത്തിൽ പ്രാർത്ഥിച്ചപ്പോഴും ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴുമാണ്. അതുകൊണ്ട് ഈ വചനം തരുന്ന ഒരു സന്ദേശം ഇതാണ്: വിശ്വാസം എപ്പോഴും പരീക്ഷിക്കപ്പെടും. പരീക്ഷകളിൽ നമുക്ക് ജയിക്കാനായിട്ട് പറ്റണം. പ്രത്യാശ നഷ്ടപ്പെടാതെ, വിശുദ്ധി നഷ്ടപ്പെടാതെ, എളിമയോടെ പ്രാർത്ഥിച്ചാൽ വിശ്വാസം എന്ന ദൈവിക വരം നമുക്ക് ലഭിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.